സംബന്ധിച്ച് കൂടുതൽ അറിയാവുന്ന ആര് തന്നെയാണ്? അള്ളാഹ് തന്നെയാണ്. ഫലാ തഖു യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ താങ്കൾ പെട്ടുപോകല്ലേ, ഫി മിരിയത്തിനായി പോകല്ലേ, ഫി മിരിയത്തിൻ ചില ഷക്കിൻ സംശയത്തിലായി പോകല്ലേ, മിമ്മ ഒന്നിനെ തൊട്ടുള്ള യഅ്ബുദു ഹഉലായി ഇവർ ആരാധിക്കുന്ന ഈ വിഭാഗം ആരാധിക്കുന്ന ഒന്നിനെ തൊട്ടുള്ള സംശയത്തിലാവരുതേ. ആ ഒന്ന് എന്തിനാണ്? മിന അസ്നാമി വിഗ്രഹങ്ങളാണ്. ഇവർ വിഗ്രഹത്തെ ആരാധിക്കുന്ന അതിൽ നിങ്ങൾ സംശയാലാവല നബിയെ. ഇന്നാ നുഅദ്ദിബുഹും തീർച്ചയായും നമ്മൾ അവരെ ശിക്ഷിക്കും, കമാ അദ്ദബനാ നാം ശിക്ഷിച്ച പോലെ, മിൻ ഖബലിഹിം മൻ ഖബലഹും അവരുടെ മുമ്പുള്ളവരെ. ഹാദാ ഇത് തസ്ലിയത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് തസ്ലിയത്താണ്, ഒരു ആശ്വാസം പകരലാണ്. മാ യഅ്ബുദൂന അവർ ആരാധിക്കുന്നില്ല, ഇല്ലാ കമാ യഅ്ബുദു ആബാഉക്കും ഇല്ലാ കമാ യഅ്ബുദു ആരാധിക്കുന്നത് പോലെയല്ലാതെ ആബാഉക്കും അവരുടെ പിതാക്കന്മാർ ആരാധിക്കുന്ന പോലെ അല്ലാതെ അവർ ആരാധിക്കുന്നില്ല. അതായത് കൈബാദ്യം അവരെന്താണോ ഇബാദത്ത് ചെയ്യുന്ന ആരാധിക്കുന്ന അവരുടെ ഇബാദിനെ പോലെയാണ് ഇവരുടെ ഇബാദത്ത്. അപ്പം ഇല്ല കമാ എന്ന് പറഞ്ഞില്ല, മസ്തരിയാണെന്ന് അറിയിക്കാൻ വേണ്ടിയാണ്, മസ്തറിന്റെ അർത്ഥമാണ് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് ഐ ഇബാദത്തി എന്നുള്ള മസ്തർ കൊണ്ട് അവിടെ തഫ്സീർ കൊടുത്തിരിക്കുന്നത്. മിൻ ഖബൽ ഇതിന്റെ മുമ്പ് അവരുടെ പിതാക്കന്മാർ എന്തിനെ ആരാധിച്ചു അതുപോലെ ഇവർ ആരാധിക്കുന്നത്. വഖദ് അദ്ദബനാഹും തീർച്ചയായും നാം അവരുടെ പിതാക്കന്മാരെ അവരെ നമ്മൾ ശിക്ഷിച്ചിട്ടുണ്ട്, അതുപോലെ ഇവരെ ശിക്ഷിച്ചു. വൈന്ന നിശ്ചയം നമ്മൾ ലമോഫൂഹും അവർക്ക് പൂർത്തീകരിക്കുന്നതാണ്, മിസ്ലഹും അവരുടെ എന്താണ് വൈന്നാല മോഫൂഹും നാം അവർക്ക് പൂർത്തീകരിക്കുന്നതാണെന്ന് വെച്ചാൽ മിസ്ലഹും അവരുടെ പിതാക്കന്മാരെ പോലെ, നസീബഹും ഇവരുടെ വിഹിതവും ഹല്ലഹും ഇവരുടെ വിഹിതം മിനൽ അദാബി ശിക്ഷയാൽ അവരുടെ പിതാക്കന്മാർക്ക് കൊടുത്തില്ല, അതുപോലെ ഇവർക്ക് നമ്മൾ പൂർത്തീകരിച്ചു കൊടുക്കും. വൈറ മങ്കൂസ് കുറക്കപ്പെടാത്ത നിലയ്ക്ക്, അതായത് താമൻ പൂർണ്ണമായിട്ട് നമ്മൾ കൊടുത്തേക്കാന്ന്. വലക്കത് ആത്തീന തീർച്ചയായും നാം മൂസ നബി അലൈഹി സ്വലാം നൽകിയാൽ കിതാബിനെ അതേതാണ് തൗറാത്ത് നൽകി. തഖ്തുലിഫ ഫീഹി അങ്ങനെ അതിൽ ഇഖ്തിലാഫ് ഉണ്ടായി. ഇഖ്തിലാഫ് ഉണ്ടായെന്ന് വെച്ചാൽ അത് ശരി ഇത് തെറ്റ് അങ്ങനെയെന്ന് വെച്ചാൽ നോക്കാം. ബി തസ്ദീഖ് വ തക്ദീബി അംഗീകരിക്കലിനാണ്, തക്ദീബ് കളവാക്കലിനാണ്. അവർക്ക് ഇഷ്ടപ്പെട്ടതിന് അവർ അംഗീകരിക്കും, അവർക്ക് ഇഷ്ടമില്ലാത്തതിന് അവർ കളവാക്കും. അതായത് തൗറാത്തിലുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്ന്, വ്യഭിചരിച്ചാൽ എന്താണ് മറ്റേ റജ്മ് ശിക്ഷയുണ്ടെന്ന്, എറിഞ്ഞു കൊല്ലുക എന്നുള്ളത്. അപ്പം അതൊക്കെ അവർ മാറ്റി കളഞ്ഞു, അതൊക്കെ അവർ കളവാക്കി. അവർക്ക് ഇഷ്ടപ്പെട്ടതിന് അവർ അംഗീകരിക്കും. അങ്ങനെ ഖുർആൻ അവർ അങ്ങനെ ഇഖ്തിലാഫായതുപോലെ ഇങ്ങനെ മൂസ നബി അലൈഹി സ്വലാം നൽകിയാണ് തൗറാത്ത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകിയാണ് ഖുർആൻ. അപ്പൊ ഇഖ്തിലാഫ് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മുടെ തൗറാത്തിൽ. വലൗല കലിമത്തുൻ എങ്ങാനും ഒരു കലിമത്തില്ലായിരുന്നെങ്കിൽ, എങ്ങനെയുള്ള കലിമത്ത്? സബഖത്ത് മിൻ റബ്ബിക അങ്ങയുടെ റബ്ബിന്റെ ഭാഗത്ത് നിന്ന് മുൻകടക്കപ്പെട്ട ഒരു വചനം എങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ. എന്താ വചനം? ബിതഅഖീരിൽ ഹിസാബി വിചാരണ വൈകിപ്പിക്കുക, പിന്തിപ്പിക്കപ്പെടുക എന്നതുകൊണ്ട്, വൽ ജസാഇ പ്രതിഫലം കൊടുക്കുക എങ്ങനെയാണല്ലോ? നല്ലവർക്ക് നല്ല പ്രതിഫലം, മോശം പ്രതിഫലം. ഇല്ല ഖലായിക്ക് സൃഷ്ടികൾക്ക്, ഇലാ യൗമുൽ ഖിയാമ ഖിയാമത്ത് നാൾ വരെ. അപ്പൊ ഖിയാമത്ത് നാൾ വരെ ഹിസാബ് അപ്പോഴേ ഖിയാമത്ത് നാൾ ആകുമ്പോഴേ ഉണ്ടാവുള്ളൂ. അവർക്കുള്ള പ്രതിഫലം ഖിയാമത്ത് നാൾ കഴിഞ്ഞാൽ ആ ഖിയാമത്ത് ഉണ്ടാവുള്ളൂ എന്നുള്ള ആ അള്ളാഹുവിന്റെ ആ വചനങ്ങാനും മുൻകടന്ന ആ വചനങ്ങാനും ഇല്ലായിരുന്നെങ്കിൽ ലഖുദിയ ബൈനഹും അവരുടെ ഇടയിൽ കാര്യം നടപ്പാക്കപ്പെട്ടേനേന്ന്. ദുനിയാവിൽ വെച്ച് തന്നെ. ഫീമ ഇഖ്തലഫു ഫീഹി ഫീമ ഒന്നിന്റെ വിഷയത്തിൽ ഇഖ്തലഫു ഫീഹി അവരാ വിഷയത്തിൽ വ്യത്യസ്ത അഭിപ്രായക്കാരായി. ആ വിഷയത്തിന്റെ പേര് അള്ളാഹ് ഇവിടെ തന്നെ അവരുടെ കാര്യമെല്ലാം നടപ്പാക്കിയാനെന്നു. അള്ളാഹ് പിന്നെ അങ്ങനെ ഒരു ടൈം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വൈന്നഹും നിശ്ചയം അവർ അയിൽ മുഖദ്ദബീന ബിഹി ഈ തൗറാത്തിനെ കൊണ്ട് ഖുർആൻ കൊണ്ടൊക്കെ കളവാക്കുന്ന ആളുകളുണ്ടല്ലോ, ലഫീ ശക്കിൻ സംശയത്തിൽ തന്നെയാണ്, മിൻഹു അതിൽ നിന്നുള്ള സംശയത്തിൽ തന്നെയാണ്. എന്താ ശരിയാണോ തെറ്റാണോ എന്നുള്ള സംശയത്തിലാണ്. മുരീബ് എന്ന് വെച്ചാൽ എന്താണ്? മൂഖയും ഫിർ റീബ റീബത്തിൽ സംഭവിക്കുക. റീബത്ത് എന്ന് വെച്ചാൽ ആ മനസ്സിനുള്ള എന്താണ് വല്ലാത്ത ഒരു റീബത്ത്, മനപ്രയാസം. അതിൽ നിന്നാണ് റൈബ് സംശയം വന്നിരിക്കുന്നത്. മനസ്സിനുള്ള എന്തോ ഒരു ഇടങ്ങേറ്, അതിൽ നിന്നാണ് റൈബ് സംശയം എന്നുള്ള പദം തന്നെ വന്നിരിക്കുന്നത്. അപ്പം ഈ രീപത്തിൽ പെടുത്തിക്കളയുന്ന ഒരു ഷക്ക്, അത്തരത്തിലുള്ള ഷക്കിന്റെ സിഫത്താണ് മുരീബ് എന്നുള്ളത്. അത്തരത്തിലുള്ള ഷക്കിൽ തന്നെയാണ് അവർ. ഇന്ന എന്നുള്ളത് ബിത്തഖ്ഫീഫ് തശ്ദീദ് രണ്ട് രൂപത്തിലും. ഇന്ന എന്നും ഖിറാഅത്തുണ്ട്, ഇന്നെന്നും ഖിറാഅത്തുണ്ട്. ഇന്നാകുമ്പോൾ രണ്ട് ഇന്നുണ്ടാകും, ഇന്നെ തൊട്ട് തഖ്ഫീഫ് ചെയ്യപ്പെട്ടതുണ്ടാകും, പിന്നെ വെറും ഇന്ന് നഫീയുടെ അർത്ഥത്തിലുള്ള ആ ഇന്നുണ്ടാകും. അപ്പം എന്തായാലും കുല്ലൻ എല്ലാവരും, ഈ കുല്ലൽ ഖലായിക്കും മുഴുവൻ സൃഷ്ടികളും, ലമ്മ അവിടുത്തെ മാ സായിദിയാണ്, വല്ലാമ അവിടുത്തെ ലാമ മൗത്തിഅത്തുൽ ഖസമിൻ മുഖദ്ദരിൻ സങ്കല്പിക്കപ്പെടുന്ന ഒരു കസമിന് വേണ്ടി മൗത്തിഅത്ത് ചവിട്ടുപിടിയാണ്. മൗത്തിഅത്തിന് ഒരു ചവിട്ടുപിടിയാണ് ലാമ്, അതായത് മുന്നോടിയായിട്ട് വരുന്നതാണ് അല്ലെ കസമിൻ മുഖദ്ദരിൻ സങ്കല്പിക്കപ്പെടുന്നത്. അപ്പം ഈ അവിടെ ലമാ എന്നുള്ള ഖിറാഅത്ത് പ്രകാരമാണ് അങ്ങനെ ഒരു ലമാ എന്നുള്ള ഖിറാഅത്ത് പ്രകാരം. നമ്മുടെ ഖിറാഅത്ത് ഇപ്പം നമ്മൾ ഓതിയ പോലെ ഇന്ന കുല്ലൽ ലമ്മാ ലയുഫിന്നഹും എന്നാണ്. അപ്പോൾ അവിടെ ഒരു വല്ലാഹി സങ്കല്പിച്ചു കൊടുക്കണം, അതാണ് സങ്കല്പിക്കപ്പെടുന്നത്. എന്തെങ്കിലും ഒന്ന് സങ്കല്പിച്ചു കൊടുത്താൽ മതി. ഔ ഫാരിക്കത്ത് അല്ലെങ്കിൽ ലാം എന്താണ്? ഫാരിക്കത്താണ് എന്ന്. ഏതിൻ്റെ ഇടയിൽ ഈ ഇന്ന് രണ്ട് തരത്തിൽ ഇന്ന് വരുമല്ലോ. ഏതൊക്കെയാണ്? ഒന്നുകിൽ മുഹമ്മലായി ഇന്ന് വരും. മുഹമ്മലായി എന്ന് വെച്ചാൽ ഇന്നെ മാറ്റിയിട്ട് ഇന്നായി വരുന്ന, തീർച്ചയായും അർത്ഥം അവിടെ ഉണ്ടാവും. പക്ഷെ മറ്റേ വേറൊരു ഇന്നുണ്ട് നഫി ചെയ്യുന്ന അല്ല എന്നുള്ള അർത്ഥം. അപ്പോൾ ഒരാളുമല്ല ഇങ്ങനെ ആയിട്ടല്ലാതെ അല്ല എന്ന്.
അള്ളാഹു പൂർത്തീകരിച്ച് കൊടുത്തിട്ട് അവരുടെ അമലുകളെ അള്ളാഹ് അവർക്ക് പൂർത്തീകരിച്ച് കൊടുത്തിട്ടല്ലാതെ ഒരാളില്ല. അപ്പോൾ ഈ രണ്ട് ലാമിൻ്റെ ഇടയിലുള്ള ഫർക്കിന് വേണ്ടി അങ്ങനെയും ആക്കാം. എന്തോ ആവട്ടെ. വഫീ ഖിറാഅത്തി മറ്റൊരു ഖിറാഅത്തുണ്ട് ബി തശ്ദീദ് ലമ്മ, ലമ്മ തശ്ദീദ് ചെയ്തിട്ടില്ല, ലമേനെ തശ്ദീദ് ലമ്മ എന്നുള്ള ഖിറാഅത്തുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടില്ല. അതിൽ ബിമാന ഇല്ല എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഇല്ല. അപ്പോൾ 4 ഖിറാഅത്താണ് ടോട്ടൽ ഉള്ളത്. അപ്പോൾ അത് വിശദീകരിക്കാൻ കുറേ സമയം എടുക്കും. അപ്പോൾ ഫഇൻ നാഫി അങ്ങനെ ആവുമ്പം ഇന്നെന്തായിരിക്കും? നാഫിയത്തായിരിക്കും. ഇനി നാഫിയത്തായിട്ട് ഇങ്ങനെ വരും ഖിറാഅത്ത്, ഇൻ കുല്ലു ലമ്മ ലയുവഫിയന്നഹും, അങ്ങനെ വരും. ഒരാളും ലമ അല്ലാതെ അല്ല എന്ന് വരും. പിന്നെ ലമ്മ എന്നുള്ളത് ശരിക്കും എന്താണ്? ലമിമ്മ എന്നാണ് ശരിക്കുള്ളത്, ലമിമ്മ എന്നാണ്. അവിടെ മിൻ മ, അവിടെ ഒരു 3 മീമൊപ്പം വരും, മിമ്മ എന്ന് വരില്ല. അപ്പം 3 മീമിൽ നിന്ന് ഒന്നിനെ കളഞ്ഞിട്ട് ലമിമ്മ എന്നുള്ളത് ലമ്മ ആയി വരുന്നതാണ്. അപ്പം എന്താ വിഷയം പോട്ടെ. ലയുവഫിയന്നഹും എല്ലാവരും, ലയുവഫിയന്ന അവർക്കൊക്കെയും പൂർത്തീകരിച്ച് നൽകും റബ്ബുക അങ്ങയുടെ റബ്ബ് അമാലുഹും അവരുടെ കർമ്മങ്ങളെ, അതായത് ജസാഹ അവരുടെ കർമ്മങ്ങളുടെ പ്രതിഫലങ്ങളെ, ഇന്നഹു നിശ്ചയല്ലാഹു തആല ബിമാ യഅമലൂന അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഖബീറുൻ ആലിമുൻ അറിയുന്നവനാണ്. ഖബീർ എന്ന് വെച്ചാൽ ബിവാതിനിഹി അതിൻ്റെ ബാത്തിനുകൾ, എന്താണ് ആന്തരികമായ കാര്യങ്ങൾ, ഉള്ളിലുള്ള കാര്യങ്ങളും ലവാഹിരിഹി ബാഹ്യമായ കാര്യങ്ങളെപ്പോലെ, ഓരോരുത്തരുടെയും ബാഹ്യമായ കാര്യങ്ങൾ അറിയുന്ന പോലെ തന്നെ ആന്തരികമായ കാര്യങ്ങൾ അള്ളാഹ് സസൂക്ഷ്മം അറിയുന്നവനാണ്. ഫസ്തഖിം ആകയാൽ അങ്ങ് ചൊവ്വാവുക അൽ അമൽ ചെയ്യുന്നതിൻ്റെ മേൽ ബി അംരി റബ്ബിക അങ്ങനെ ചൊവ്വാവുക അങ്ങയുടെ റബ്ബിൻ്റെ കൽപ്പനക്കൊത്ത്, അള്ളാഹുലേക്ക് അവനിലേക്ക് ദുആ ചെയ്യൽ കൊണ്ടും കമാ ഉമിർത താങ്കളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ. വല്യസ്തഖിം മൻ താബ ആമന, വല്യസ്തഖിം എന്ന് വെച്ചാൽ നന്നാവട്ടെ എന്ന്, അംബർ ഗായിബാണ്, എന്താവട്ടെ മുസ്തഖീം ആവട്ടെ ചൊവ്വാവട്ടെ എന്ന്. ഒരുത്തൻ താബ എന്ന് വെച്ചാൽ പശ്ചാത്തപിച്ചു, അഥവാ ആമന വിശ്വസിക്കുമ്പോൾ പശ്ചാത്താപമാവുമല്ലോ. സത്യനിഷേധി ഇസ്ലാമിലേക്ക് വരുമ്പോൾ ആ ഒരു വിശ്വാസത്തോട് ഒരു പശ്ചാത്താപം കൂടെ. മഅക അങ്ങയോടൊപ്പം, വലാ തത്ഗൗ നിങ്ങൾ വിട്ടുകലക്കല്ലേ, പരിധി ലംഘിക്കല്ലേ, തജാവസു ഹുദൂദല്ലാഹ് അല്ലാഹുവിൻ്റെ ഹദ്ദുകളെ പരിധികളെ ലംഘിക്കല്ലേ. ഇന്നഹു നിശ്ചയല്ലാഹു തആല ബിമാ തഅമലൂൻ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ബസീർ കാണുന്നവനാണ്. ഫൈജാസിക അങ്ങനെ നിങ്ങൾക്ക് പ്രതിഫലം നൽകും, ബിഹി അതിന് പകരമായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് അനുസരിച്ചുള്ള പ്രതിഫലം നൽകും. വലാ തർക്കനു തമീലു നിങ്ങൾ ചെരിയല്ലേ, ഇലല്ലദീന വലമു ദുൽമ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് ചെരിയല്ലേ, അങ്ങോട്ട് നിങ്ങളുടെ മനസ്സ് ചാഞ്ഞു പോകല്ലേ. ഒന്നുകിൽ മവദ്ദത്തിന് അവരോടുള്ള മവദ്ദത്ത് സ്നേഹം കാരണത്താൽ, ഉദാഹരണത്തിന് അല്ലെങ്കിൽ സോപ്പിടുന്ന കാരണത്താൽ, അവർ ഇളം ബി അമലിക്കും എന്നാണ് ഇവിടെ ഉള്ളത്, ബി അമലിഹിം എന്നാണ് കേട്ടോ ശരി. അവരിത് അല്ലെങ്കിൽ തൃപ്തി കാരണത്താൽ, തൃപ്തി കൊണ്ട് ബി അമാലിഹിം അവരുടെ മുദാഹനത്തിൻ കേട്ടോ, അവരുടെ കർമ്മങ്ങളോട്. അപ്പം ക്രിസ്ത്യാനികൾ അത് ചെയ്യുന്നുള്ള നല്ല രസം എന്ന് പറഞ്ഞിട്ട് അവരുടെ അങ്ങോട്ട് നിങ്ങൾ ചെരിഞ്ഞു പോവല്ലേ, അല്ലെങ്കിൽ അവരെ സോപ്പിടാൻ വേണ്ടി അയാളുടെ പള്ളിയിലൊന്ന് പോയാൽ നമുക്ക് ഇത്ര പൈസ വല്ലതും കിട്ടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സോപ്പിടാൻ വേണ്ടി, അല്ലെങ്കിൽ അയാൾ നല്ല ഇഷ്ടമുള്ള കാരണം എൻ്റെ സ്നേഹിതൻ ക്രിസ്ത്യാനിയാണ് അപ്പം ഞാനും ചർച്ചിൽ പോകും, അങ്ങനെ ആ ളുൽമ പ്രവർത്തിക്കുന്ന ആളുകളിലേക്ക് നിങ്ങൾ ചെരിയല്ലേ. അങ്ങനെ ചെരിഞ്ഞാൽ തമസ്സക്കും നിങ്ങളെ ബാധിക്കും, നിങ്ങളെ സ്പർശിക്കും, തുസീബുക്കും നിങ്ങൾക്ക് വന്നെത്തും, അന്നാറ് നരകം, അമാലക്കും നിങ്ങൾക്കില്ല മിൻ ദൂനില്ല അള്ളാനെ കൂടാതെ, അള്ളാഹുവിനല്ലാതെ. മിൻ സായിദയാണ്, സായിദാകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഖുർആനിൽ സായിദ വന്നാലും എന്താണ് എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാവും, ഒരു ഫായിദ ഉണ്ടാവും. ഇവിടെ മിൻ ഔലിയ ഒരു വലിയ ഉണ്ടാവില്ല എന്ന്, ഒരു സഹായി ഉണ്ടാവില്ല എന്ന്. നിങ്ങൾക്ക് അള്ളാനെ കൂടാതെ ഒരു സഹായി ഇല്ല. എങ്ങനെയുള്ള സഹായികൾ? ഒരു സഹായികളില്ല, തീരില്ല എന്നുള്ളത് പറയാം. യഹ്ഫളൂനക്കും ഈ സഹായികൾ നിങ്ങളെ സൂക്ഷിക്കും, മിൻഹു നരകത്തിൽ നിന്ന്, അങ്ങനെയുള്ള ഒരു സഹായം നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നില്ല. സുമ്മ പിന്നീട് ലാ തുൻസറൂ നിങ്ങൾ സഹായിക്കപ്പെടുകയില്ല, തുമ്യാവന നിങ്ങൾ തടയപ്പെടുകയില്ല, മിൻ അദാബി അള്ളാഹുവിൻ്റെ ശിക്ഷയെ തൊട്ട്. വാഖിമുസ്സലാത്ത് നിങ്ങൾ നിസ്കാരത്തെ നിലനിർത്തുക, തറഫൈൻ നഹാരി പകലിൻ്റെ ഇരു അറ്റങ്ങളിലും, പകലിൻ്റെ ഇരു അറ്റങ്ങളിലും നിസ്കാരങ്ങൾ ഏതാണ് പകലിൻ്റെ ഇരു അറ്റങ്ങൾ? അൽ ഗദാത്ത് തറഫൈ അല്ലേ, തറഫൈ വാഖിമുസ്സലാത്ത് തറഫൈ, അപ്പോൾ നസ്ബാണ് കേട്ടോ. അപ്പോൾ അൽ ഗദാത്ത് വൽ അശി, ഗദാത്ത് പ്രഭാതത്തിലും, വൽ അശിയ പ്രദോഷത്തിലുള്ള നിസ്കാരം, സുബഹ് അത് പ്രഭാതത്തിൽ, വല്ലുഹറ വൽ അസർ ലുഹർ അസറും അത് പ്രദോഷത്തിൽ, വൈകുന്നേര സമയം ലുഹർ തൊട്ട് അസർ വരെ ടൈം ആ രണ്ടാം, അപ്പോൾ 3 പിന്നെ സുലഫൻ എന്ന് വെച്ചാൽ ജംഉ സുൽഫത്തിന് ജമാണ് സുലഫത്ത്, ഖുർഫത്തും ജമു ഖുറഫ് എന്ന് പറയില്ല, അതുപോലെ സുലഫ് എന്ന് വെച്ചാൽ തായിഫത്തൻ എന്താണ് ഇനങ്ങൾ, തായിഫ് എന്ന് വെച്ചാൽ ഇനങ്ങൾ, മിനല്ലൈൽ രാത്രി നിന്നുള്ള 2 കൂട്ടങ്ങൾ, ഇനങ്ങൾ എന്ന് വേണ്ട രാത്രി നിന്നുള്ള 2 കൂട്ടങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. 2 കൂട്ടം എന്ന് വെച്ചാൽ ഇവിടെ നിന്നാണ് തായിഫ,
അതിന്റെ ജംആയിട്ടാണ് പറയുന്നത്, സുലഫൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. രാത്രിയിലുള്ള ഘട്ടങ്ങളിലും നിങ്ങൾ നിസ്കാരം നിലനിർത്താന്ന് വെച്ചാൽ അൽ മഗ്രിബ് വല ഇശാഇനെ മഗ്രിബ് നിസ്കരിച്ചോ. അത് രാത്രിയിലെ 2 ടൈമല്ലേ. ഇപ്പോൾ ഇവിടെ സുലഫ് എന്നുള്ളത് ജമ്മാണ്, അക്കലിൽ ജമ്മിൽ ഏറ്റവും ചുരുങ്ങിയത് ദിവചനാണെന്നുള്ള അഭിപ്രായ പ്രകാരം മഗ്രിബ് ഇശാഇ വരും. ആ ഒരു അഭിപ്രായമാണ് ഇവിടെ വരിക. എന്തായാലും അപ്പൊ 5 വഖത്ത് നിസ്കാരത്തിന് ടൈം പറഞ്ഞു. തറഫൈ നഹാറിൽ ളുഹർ, അസർ, സുബ്ഹി, മറ്റേ ദുറഫൽ മിനൽ ലൈലിൽ മഗ്രിബ് ഇശാ. ഇന്നൽ ഹസനാത്തി നിശ്ചയം നന്മകള് കസ്സലവാത്തി നിസ്കാരങ്ങൾ പോലെ, അൽ ഖംസ 5 വഖത്ത് നിസ്കാരങ്ങളെ പോലെ, യുദ്ബിന അത് പോക്കിക്കളയും, സയ്യാത്തി തിന്മകളെ, അദ്ദുനൂബി പാപങ്ങളെ, അസ്സഗായിരി ചെറിയ പാപങ്ങളെ അത് പോക്കിക്കളയും. നസലത്ത് ഈ ആയത്തിറങ്ങി ഫീമൻ ഒരാളിലാണ് കബ്ബല ആള് ചുംബിച്ചു, ആജിനബിയത്തിന് ഒരു അന്യ സ്ത്രീയെ ചുംബിച്ചു. അങ്ങനെ ഫാഹബറഹു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തിന് അറിയിച്ചു കൊടുത്തു ഈ ആയത്തിന്റെ സംഗതി. അപ്പൊ ഫഖാല അപ്പൊ ഈ സഹാബി ആയിരിക്കുമല്ലോ, ഈ സഹാബി ചോദിച്ചു റളിയല്ലാഹു അൻഹു, അലിയ ഹാദാ ഇതെനിക്കുള്ളതാണ് നബിയെ, ഇത് എൻ്റെ വിഷയത്തിൽ പ്രത്യേകമായിട്ട് ഇറങ്ങിയാണോ എന്നും കണ്ടു ചോദിച്ചു. ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലി ജമീ ഉമ്മത്തി കുല്ലിഹിം, ലി ജമീ ഉമ്മത്തി എൻ്റെ ഉമ്മത്ത് മുഴുവനിനും ഉള്ളതാണിത്, കുല്ലിഹിം അവർ മുഴുവനിനും ഉള്ളതാണ് ഈ ഒരു സംഗതി. അതായത് ഹസന ചെയ്ത ചെറിയ തെറ്റൊക്കെ ആണെങ്കിൽ ചുംബനം അതൊക്കെ എന്താണ്, മനുഷ്യനാണ്, വൈകാരികപരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം. അപ്പം അങ്ങനെ ചുംബിച്ചു പോയി, അപ്പോൾ അള്ള പൊറുക്കും, ഒരുപാട് നന്മകൾ ചെയ്യുന്നല്ലേ സഹാബത്തല്ലേ. അങ്ങനെ നമ്മളും എന്താണ് എന്ന് വെച്ചാൽ തിന്മ ചെയ്യണമെന്നല്ല, തിന്മെങ്ങാനും മനുഷ്യനാണ് എന്തെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ തെറ്റ് ചെയ്താൽ നന്മകൾ കാരണത്തെ അള്ളാഹ് പുറത്തു വരും. അള്ളാഹ് പുറത്തു തരട്ടെ നമുക്ക്. ദാലിക ദിക്റ ലിദ്ദാക്കിരി ഇപ്പൊ പറഞ്ഞത് ദിക്റ ഒരു ഉപദേശമാണ്, ലിദ്ദാക്കിരി ഉപദേശം സ്വീകരിക്കുന്നവർക്കൊരു ഉപദേശമാണ്. അല്ല ഉപദേശം സ്വീകരിക്കാത്തവർക്ക് എത്ര പറഞ്ഞാലും കാര്യമില്ല അല്ലെ. പോത്തിനോട് വേദമോദ എന്നൊക്കെ പറയില്ലേ. ലിൽ മുത്തഇലീൻ ഉപദേശം സ്വീകരിക്കുന്നവർക്കുള്ള ഇലത്താണ്, ഉപദേശമാണ്. ഇലത്ത് ഉണ്ടോ. വസ്ബിരി ആകെ നബിയെ അങ്ങ് ക്ഷമിക്കണേ, യാ മുഹമ്മദ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല അതാ കൗമിക താങ്കളുടെ സമൂഹത്തിൽ നിന്നുണ്ടാവുന്ന അതാ ബുദ്ധിമുട്ടിന്റെ മേൽ ക്ഷമിക്കണേ. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പക്ഷെ അങ്ങ് ക്ഷമിക്കും നബിയെ. അലസല അല്ലെങ്കിൽ നിസ്കാരത്തിന്റെ മേൽ ഇങ്ങനെ 5 വഖത്ത് നിസ്കരിക്കണ്ടേ കറക്റ്റ് ടൈമൊക്കെ അനുസരിച്ച്, അതിന്റെ മേലുള്ള ബുദ്ധിമുട്ട് ക്ഷമിക്കും നബിയെ. നിബിധങ്ങളെല്ലാത്തിലും പക്കയാണ്, പക്ഷെ പറയാണ് ഇവിടെ ഫഇന്നല്ലാഹ കാരണം അല്ലാഹു തആല ലാ യുളിയു പാഴാക്കുകയില്ല അജ്റൽ മുഹ്സിനീൻ നന്മ പ്രവർത്തിക്കുന്ന ആളുകളുടെ പ്രതിഫലത്തെ ബിസ്സബരി നന്മ പ്രവർത്തിക്കൽ എന്തുകൊണ്ടാണ് ക്ഷമിക്കൽ കൊണ്ട് അല തആതി അനുസരിക്കൽ. അള്ളാഹിനെ അനുസരിച്ച് ജീവിക്കണം, കുറച്ച് ക്ഷമയൊക്കെ വേണ്ടേ. ഫലൗല ഹല്ല എന്നാണ്. അപ്പൊ തഹ്ലീലിയാണെന്നൊരു അറിയിക്കലാണ്. ഇപ്പൊ എടങ്ങേറാക്കിയുള്ള ചോദ്യം അതൊക്കെയാണ് ഇപ്പം തഹ്ലീലി എന്ന് പറയുന്നത്. ഇതായിക്കൂടെ, നിനക്കൊന്ന് യുദ്ധം ചെയ്തുകൂടെ എന്നൊക്കെ പറയുന്നത് നല്ലൊരു സ്നേഹത്തിലുള്ള നല്ല അനുകമ്പാപരമായിട്ട് ചോദിക്കുകയാണെങ്കിൽ നിനക്ക് എന്തെങ്കിലും ഒന്ന് ഭക്ഷണം കഴിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കണം. അത് അറളാണ്, മയത്തിലുള്ള ഒരു തേട്ടം. ഇതിപ്പോ എടങ്ങേറാക്കിയുള്ള ചോദ്യം, നിനക്ക് യുദ്ധം ചെയ്തുകൂടാണ്. അങ്ങനത്തെ ഒരാണ് ഹല്ല വരുന്ന അവിടെയാണ്. അപ്പൊ ഇത് തഹ്ലീലിയാണെന്ന് മനസ്സിലാക്കാം. ഫലൗല ഫഹല്ല കാന മിനൽ ഖുറൂൻ ഫഹല്ല കാന ഉണ്ടായിക്കൂടായിരുന്നോ മിനൽ ഖുറൂനി കർണുകളിൽ നിന്നും. കാരണം എന്ന് വെച്ചാൽ അൽ ഉമമിൽ മാലിയ കഴിഞ്ഞ സമൂഹങ്ങളിൽ നിന്നും ഉണ്ടായിക്കൂടായിരുന്നോ, ഉണ്ടാകാമായിരുന്നില്ലേ. മീൻ കബലിക്കും നിങ്ങളുടെയും മുമ്പ് ബക്കിയത്തിന്റെ ആളുകൾ എന്ന് വെച്ചാൽ അസ്ഹാബിദീനും വഫളി മതത്തിന്റെയും ഫളൽ ശ്രേഷ്ഠത ഔദാര്യത്തിന്റെ ഒക്കെ ആളുകൾ, അതായത് നല്ല നല്ല ആളുകൾ മുമ്പുള്ള സമൂഹത്തിലൊന്നും ഉണ്ടായില്ലേന്ന്. യൻഹൗന ഏത് നിലക്ക്, യൻഹൗന അവരെ വിരോധിക്കുന്നവരായ നിലക്ക്, അനിൽ ഫസാദി കുഴപ്പമുണ്ടാക്കുന്നതിനെ തൊട്ട് ഫിലർലി ഭൂമിയിൽ ആരെങ്കിലും കുഴപ്പമുണ്ടാക്കുകയാണെങ്കിൽ അത് ചെയ്യണ്ട എന്നൊക്കെ പറയുന്ന ടൈപ്പിലുള്ള ആളുകൾ എന്താ ഉണ്ടായിക്കൂടായിരുന്നോ എന്ന്. അപ്പൊ അൽ മുറാദ് ബിഹി നഫി, ഇവിടുത്തെ അൽ മുറാദ് എന്താണ്, ഈ തഹ്ലീലി ആണെങ്കിൽ ഇവിടുത്തെ അതുകൊണ്ട് ഉദ്ദേശം എന്താണ്, നഫി തന്നെയാണ്. അതായത് ഉണ്ടായിട്ടില്ല എന്നുള്ള അർത്ഥത്തിൽ നല്ല നല്ല ആളുകൾ പല സമൂഹങ്ങളിലും ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പം പറ്റിയെന്ന്. അതായത് മാക്കാന ഫീം അവരിൽ ഉണ്ടായില്ല ദാലിക അത്തരത്തിലൊരു ജനസമൂഹം ഉണ്ടായില്ല. നല്ല ആളുകൾ ഇങ്ങനെ തിന്മകളെ കണ്ടാൽ പ്രതിരോധിക്കുന്ന, അതിനെ തടയുന്ന ആളുകൾ, നിരോധിക്കുന്ന ആളുകൾ ഉണ്ടായില്ല. ഇല്ലാന്ന് വെച്ചാൽ ലാക്കിൻ ഇസ്തിദ്റാക്കാണ്. പക്ഷേ ഖലീലം മിമ്മൻ അൻജീനാ മിൻഹും ഇല്ല ഖലീല, പക്ഷേ കുറച്ചാളുകളെ മിമ്മൻ ഒരുത്തരിൽ നിന്നുള്ള കുറച്ചാളുകൾ അൻജീനാ മിൻഹും അപ്പൊ ഇല്ല എന്നുള്ളത് ഇസ്തിസ്നാ പ്രകാരം ഖലീലിന് എന്തുണ്ട്, കുറച്ചാളുകൾ ഒഴികെ ഉണ്ടായിട്ടില്ല എന്ന്. അതായത് ഇങ്ങനത്തെ കഴിഞ്ഞ സമൂഹങ്ങളിൽ നിന്നും ഈ ബക്കിയത്തിന്റെ ആളുകളായിട്ട് കുറച്ചാളുകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഇല്ല ഖലീല കുറച്ചല്ലാതെ ഇല്ലായിരുന്നു എന്ന്, വളരെ കുറച്ചാളുകൾ. ആ കുറച്ചാളുകൾ ആരെപ്പെട്ടാണ്, മിമ്മൻ ഓരോരുത്തരിൽപ്പെട്ട അഞ്ചൈന നാം രക്ഷപ്പെടുത്തി
അല്ല, ഒരുത്തരിൽ പെട്ടല്ല, ഒരുത്തരാൽ ഉള്ള ആളുകൾ, കുറച്ചാളുകളാണ് അതിലുണ്ടായിരുന്നത്. മിമ്മൻ ഒരുത്തരാൽ അഞ്ചീന നാം രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, മിൻഹും അവരിൽ നിന്നും. ആരാണ് രക്ഷപ്പെടുത്തി? അവർ തന്നെ. അവര് വിരോധിച്ചു, ഫനജു അങ്ങനെ അവർ രക്ഷപ്പെട്ടു. അവർ തിന്മകൾ കാണിക്കുമ്പോൾ അവരെന്താ ചെയ്യേണ്ടെന്ന് പറയും. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. ഇവിടുത്തെ വമിൻ, മിമ്മൻ എന്ന് പറഞ്ഞാൽ മിൻ ലിൽ ബയാനിന് വേണ്ടിയാണ്. അപ്പൊ ഈ കലീലായ ആളുകൾ ആരിനാൽ? മിമ്മൻ അഞ്ചീനാമിനും നാം രക്ഷപ്പെടുത്തിയ ഒരു വിഭാഗം, ആ വിഭാഗത്തിനാൽ. വത്തബ അല്ലദീന വലമു വാലിമീങ്ങളായ ആളുകളെ പിൻപറ്റി ബിൽ ഫസാദി. എന്തുകൊണ്ടാണ് അവർ ദുൽമ നടത്തുന്നത്, അക്രമം നടത്തുന്നത്? ബിൽ ഫസാദി, കുഴപ്പങ്ങൾ ഉണ്ടാക്കൽ കൊണ്ട്, വതർക്കിൻ നഹി നിരോധിക്കലിനെ ഉപേക്ഷിക്കൽ കൊണ്ടും. അവർക്കറിയാം തെറ്റാണെന്ന്. അപ്പോൾ ആരും തെറ്റ് ചെയ്യുന്നതുകൊണ്ട് അവർ ചെയ്യണ്ടെന്നൊന്നും പറയൂല. അതൊരു പ്രശ്നമാണ്, അതൊരു ദുൽമാണ്. പിന്നെ ശരിക്കും കുഴപ്പമുണ്ടാക്കുന്നത് അതും ദുൽമാണ്. ഇങ്ങനെ ദുൽമ പ്രവർത്തിക്കുന്ന ആളുകളെ പിൻപറ്റി ഒന്നിനെ ഉത്തിരിഫു, അവർക്ക് ഇത്രാഫായിട്ട് നൽകപ്പെട്ട, അതായത് തറഫായിട്ട് നൽകപ്പെട്ട, ആഡംബരമായിട്ട് നൽകപ്പെട്ട സുഖ സംവിധാനങ്ങൾ, അവർ അനുഗ്രഹം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഫിഹി, അതിൽ. അങ്ങനെയുള്ള അനുഗ്രഹങ്ങളില്ലേ, ആ അനുഗ്രഹങ്ങൾ അവരെന്തായി? പിൻപറ്റി. അവർ സുഖലോലുപരായിട്ട് കഴിഞ്ഞുകൂടി. വക്കാനു മുജ്രിമീൻ, അവർ കുറ്റവാളികളുമായിരുന്നു. വമാകാന റബ്ബുക, അങ്ങയുടെ റബ്ബായിട്ടില്ല ലിയുഹ്ലിക, നശിപ്പിക്കുവാൻ, അൽഖുറ, ഗ്രാമങ്ങളെ, ബിദുൽമിൻ, അക്രമത്തിന്റെ പേരിൽ, മിൻഹു, ആ ഗ്രാമങ്ങളിൽ നിന്നുണ്ടാവുന്ന അക്രമം, അല്ല ബിദുൽമിൻ മിൻഹു, അക്രമപരമായിട്ട്. വമാകാന റബ്ബുക, അങ്ങയുടെ റബ്ബായിട്ടില്ല ലിയുഹ്ലികൽ ഖുറ, ഗ്രാമങ്ങളെ, നാടുകളെ നശിപ്പിക്കാനായിട്ടില്ല, ബിദുൽമിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുണ്ടാവുന്ന ലുൽമി കാരണത്താൽ, അക്രമം കാരണത്താൽ ആ ഗ്രാമങ്ങളുണ്ട്. അതായത് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് ഒരു ലുൽമെന്ന നിലയ്ക്ക്, അക്രമം എന്നുള്ള നിലയ്ക്ക് അള്ളാഹ് അവരൊന്നും നശിപ്പിച്ചിട്ടില്ല. ഏതൊരു നിലയ്ക്ക്? ആ ഗ്രാമങ്ങളിലെ ആളുകൾ മുസ്ലിഹൂൻ, ഇസ്ലാഹ്, നല്ലതിനെ വർത്തിക്കുന്നവരാണ്. മുഅ്മിനീങ്ങൾ. ആ ഒരവസ്ഥയിൽ അള്ളാഹ് അവരെ ആരും നശിപ്പിച്ചിട്ടില്ല. മറിച്ച് അവർ മോശക്കാരാകുമ്പോഴാണ് അള്ളാഹ് ശിക്ഷിക്കുന്നത്. അത് അള്ളാഹുടെ ദുൽമാണ്. അല്ല, അവർ ദുൽമ ചെയ്ത് അതിന്റെ ജസായിട്ട് അള്ളാഹ് കൊടുക്കുന്നതാണ്. ഇനി